ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2025 നവംബറിൽ കഴിഞ്ഞ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ഓപ്ഷൻ സി, ദാദാബായ് നവറോജി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ദാദാബായ് നവറോജിയുടെ ബുക്ക് ഏതാണ്? പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതാണ്. ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ദാദാബായ് നവറോജിയുടെ ബുക്കാണ് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തിയാണ്. ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തിയാണ് ദാദാബായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 32. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഇതിന് അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് 32. അതായത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചാണ്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226 ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32, ഹൈക്കോടതിയുടെ റിട്ട് അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന രൂപീകരിച്ചത് പണ്ഡിത രമാബായി ആണ്. വിധവകൾക്ക് വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചതും പണ്ഡിത രമാബായി ആണ്. വിധവകൾക്ക് വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ ആരംഭിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്ത അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശമാണിത് സ്വത്തവകാശം. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86 ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A.
വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നിലവിൽ സ്വത്തവകാശം മൗലിക അവകാശമല്ല, നിയമ അവകാശമാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്? 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 12 ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 12 ആർട്ടിക്കിൾ 300A. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INCയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. INCയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ്. എന്നാൽ INCയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെ ആയിരുന്നു. പ്ലേഗിനെ തുടർന്നാണ് ആദ്യ സമ്മേളനത്തിൻ്റെ വേദി പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയത്. INCയുടെ ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ആദ്യ സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? AO ഹ്യൂം. ഇനി ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക എന്നതായിരുന്നു INCയുടെ ലക്ഷ്യം. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. INCയുടെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭുവാണ്. INCയുടെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. INCയുടെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. INCയുടെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ ദിനം. ആൻസർ ഓപ്ഷൻ ബി, നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26.
അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ഭരണഘടനാ ഭേദഗതിയെ ആണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, 42ാം ഭേദഗതി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. ഇതുവരെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തത്. ആമുഖം ഭേദഗതി ചെയ്തത് ഒരു തവണ മാത്രമാണ്. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം, ഇൻ്റഗ്രിറ്റി അഥവാ അഖണ്ഡത. ഈ വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്ത് ഉൾ അക്ബറാണ്. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതിയാണ് തുഫത്ത് ഉൾ മുവാഹിദീൻ. തുഫത്ത് ഉൾ മുവാഹിദീൻ എന്നത് രാജാറാം മോഹൻ റോയുടെ കൃതിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നിവയുടെ സ്ഥാപകനാണ്. ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നിവ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ആൻസർ ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിൽ നടന്ന സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1920 പിൻവലിച്ചത് എന്നാണ്? 1922 ഫെബ്രുവരി 11 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭുവാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് റീഡിംഗ് പ്രഭുവായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ചെംസ്ഫോർഡ് പ്രഭു. പിൻവലിച്ച സമയത്തെ വൈസ്രോയ് റീഡിംഗ് പ്രഭുവായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്.
ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. മാറിപ്പോവരുത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, പാർലമെന്റ്. പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. ഭരണഘടന ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 20-ഉം ആർട്ടിക്കിൾ 368-മാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20, ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്? 3 രീതിയിലാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുന്നത് 3 രീതിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ എ, 1925. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30-നാണ്. അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐക്യത്തിന് എതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി.കെ. മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. 1924 നവംബർ 1-നായിരുന്നു സവർണ ജാഥ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ 1-നാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? റാണി സേതുലക്ഷ്മി ബായിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12-ന് ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. 1936 നവംബർ 12-നാണ്
ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? സർ CP രാമസ്വാമി അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യറാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? C രാജഗോപാലാചാര്യാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാര്യാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? TK വേലുപ്പിള്ളയാണ്. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ C അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. 1893 വില്ലുവണ്ടി യാത്ര. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ C മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത് ഏത് വർഷമായിരുന്നു? 1924 നവംബർ 1 വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ നയിച്ചത്. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? സേതുലക്ഷ്മി ബായിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ C ഉപ്പ് സത്യാഗ്രഹം. ഈ ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ K കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ 32 പേരാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ K കേളപ്പനോടൊപ്പം പങ്കെടുത്തത് എത്ര പേരാണ്? 32 പേരാണ്. K കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 23. ഇനി പോലീസ് ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തിയത് 1930 മെയ് 12. K കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. പോലീസ് ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തിയത് 1930 മെയ് 12. K കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ, P കൃഷ്ണപിള്ള എന്നിവരാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ, P കൃഷ്ണപിള്ള എന്നിവരാണ്.
പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമിയാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതായിരുന്നു? 12th ഫെയിലാണ്. സംവിധായകൻ വിധു വിനോദ് ചോപ്രയാണ്. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിലായിരുന്നു 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. മികച്ച നടന്മാർ ആരൊക്കെയായിരുന്നു? 12th ഫെയിലിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയും ജവാനിലെ അഭിനയത്തിന് ഷാരുഖ് ഖാനുമായിരുന്നു മികച്ച നടന്മാർ. മികച്ച നടി റാണി മുഖർജിയായിരുന്നു. ചിത്രം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മികച്ച നടന്മാർ വിക്രാന്ത് മാസി, ഷാരുഖ് ഖാൻ. മികച്ച നടി ആരായിരുന്നു? റാണി മുഖർജി. ചിത്രം ഏതാണ്? മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മലയാളത്തിന് അഭിമാനകരമായി ലഭിച്ച പുരസ്കാരങ്ങളാണ്: മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്കും. മികച്ച സഹനടനുള്ള പുരസ്കാരം പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവനും ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ആൻസർ ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ആർക്കായിരുന്നു? ദിവ്യ ദേശ്മുഖിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടന്നത്. പഹൽഗാം ആനന്ദ് നാഗ് ജില്ലയുടെ ഭാഗമാണ്. പഹൽഗാം ഏത് ജില്ലയുടെ ഭാഗമായിരുന്നു? ആനന്ദ് നാഗ് ജില്ലയുടെ ഭാഗമാണ് പഹൽഗാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ആദ്യത്തെ തിരിച്ചടി എന്തായിരുന്നു? 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവച്ച സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തതായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്തത്. 1960 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുണ്ടായിരുന്നത്? സത്ലജ്, ബിയാസ്, രവി എന്നിവയിലെ ജലത്തിനാണ്. സബീര എന്ന് ഓർത്തുവെച്ചാൽ മതി. ഇന്ത്യക്ക് അവകാശമുണ്ടായിരുന്ന നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, ബിയാസ്, രവി. പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അവകാശമുണ്ടായിരുന്നത്? സിന്ധു,
ജലം, ചെനാബ്. ഏതൊക്കെയാണ്? സിന്ധു, ജലം, ചെനാബ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആണ്. പാകിസ്ഥാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി അഗിയായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി അഗയുമായിരുന്നു. ഏഷ്യ കപ്പിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ മത്സരിക്കുന്നത്. ഫൈനലിന് വേദിയായത് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഫൈനലിന് വേദി ഏതായിരുന്നു? ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഫൈനലിലെ താരം അഥവാ മാൻ ഓഫ് ദ മാച്ച് ആയത് ആരായിരുന്നു? തിലക് വർമ്മയാണ്. മാൻ ഓഫ് ദ മാച്ച് തിലക് വർമ്മയായിരുന്നു. ടൂർണമെൻറ്റിലെ താരം അഥവാ മാൻ ഓഫ് ദ സീരീസ് ആരായിരുന്നു? അഭിഷേക് ശർമ്മയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തി. 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ്. ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി. 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിക്കുന്നത്. ഏത് വർഷമാണ്? 1962 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഭാരതരത്നം ലഭിച്ചത്. ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ്. ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഇന്ത്യ ഡിവൈഡഡ്, സത്യാഗ്രഹ ഇൻ ചമ്പാരൻ എന്നിവ പ്രധാന കൃതികളാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ദോഡ ബേട്ടയാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡ ബേട്ട. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ്? തോഡർ ആണ്. നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോഡർ.
അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്ത്. ഗർഭ നൃത്തരൂപം ഗുജറാത്തിലെ നൃത്തരൂപമാണ്. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസമിലെ നൃത്തരൂപമാണ് ബിഹു. ഗർഭ നൃത്തരൂപം ഗുജറാത്തിലേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ, നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടത്താണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. താങ്ക്